നമസ്കാരം പ്രിയപ്പെട്ടവരെ, വളരെ സന്തോഷകരമായിട്ടുള്ളൊരു വാർത്തയുണ്ട് കേട്ടോ. നമ്മുടെ ശ്രീനാരായണ ഗുരു സാഹോദര്യ പുരസ്കാരം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്ക്. സ്വാമി ശ്വാസികാനന്ദ സാംസ്കാരിക കേന്ദ്രമാണ് അവാർഡ് നൽകുന്നത്. ഇത് കണ്ടപ്പോഴത്തേക്ക് ഇന്നോ നാളെയൊക്കെ ആയിട്ട് മലമ്പനി പരത്തുന്ന കൊതുക് രംഗത്തേക്ക് ഇറങ്ങാനായിട്ടുള്ള സാധ്യതയുണ്ട്. ആരാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ അല്ലേ? മഹാനായ ഗുരുദേവൻ്റെ ആദർശത്തെ വിറ്റ് ജീവിക്കുന്ന ഈ കേരളത്തിൽ മതങ്ങളെ തമ്മിത്തല്ലിപ്പിക്കുന്ന ഒരു വൃത്തികെട്ട പാഴ്. കാരണം എന്താണ് ഇതിനെക്കുറിച്ച് പറയേണ്ടതെന്ന് അറിയത്തില്ല. മകൻ ചാണകത്തിൻ്റെ ഭാഗവും അച്ഛൻ അതിനേക്കാട്ടിൽ കടകെട്ട സാധനമായിട്ടാണ് ഇന്ന് കേരളത്തിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മുസ്ലിങ്ങൾക്കെതിരെ നടത്തിയിട്ടുള്ള ഗുരുതരമായിട്ടുള്ള പരാമർശം, അതിനുശേഷം വീണ്ടും വന്നിട്ടുണ്ട് ഇവിടുത്തെ ക്രൈസ്തവർക്കെതിരെ. അപ്പോൾ ക്രൈസ്തവരുടെ ഭാഗമായിട്ട് നിൽക്കുകയാണല്ലോ ഇപ്പോൾ BJP. കാരണം BJPക്ക് ക്രൈസ്തവരില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തില്ല. മാനാഭിമാനമുള്ള ഗുരുദേവന്റെ ആദർശങ്ങളെ പിൻപറ്റി ജീവിക്കുന്ന ഒരാൾ പോലും സംഘികൾ മലമ്പനി പരത്തുന്ന ഈ വൃത്തികെട്ട കൊതുകിനെയും ആരും അംഗീകരിക്കത്തില്ല എന്നുള്ളത് 100% സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. ആ ജനങ്ങൾക്കൊക്കെ വിവരം വെച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വാർത്ത കണ്ടപ്പോഴത്തേക്ക് ശരിക്കും പെട്ടെന്ന് എനിക്ക് തോന്നിയത് ഇയാളെ ഇനി എന്തൊക്കെ പറഞ്ഞ് രംഗത്തേക്ക് വരുമോ ഇല്ലയോ എന്നുള്ളത് അറിയത്തില്ല. മാറി മാറി വരുന്ന സർക്കാരിൻ്റെ മൂട് താങ്ങി കിട്ടാവുന്നതെല്ലാം വാങ്ങിച്ചെടുത്തിട്ട് ആ സമുദായത്തെ വഞ്ചിച്ച് ജീവിക്കുന്ന ഈ അച്ഛനും മകനും കേരള പൊതുസമൂഹത്തിന് തന്നെ അപമാനമാണ് എന്ന് ഞാൻ ആദ്യം തന്നെ അങ്ങോട്ട് എടുത്തു പറയാം. ഈ വാർത്തയിൽ നമ്മുടെ BJPയുടെ നേതാവായിട്ടുള്ള ശിവശങ്കർ എന്ന് പറയുന്ന ഒരു സാധനം, കാരണം ഇവരുടെയൊക്കെ മുമ്പിൽ അഡ്വക്കേറ്റ് എന്ന് പറയുന്ന ഒരു സാധനം ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. അത് ഈ ശാഖയിൽ നിന്ന് കൊടുത്തു വിടുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം 10 പൈസയുടെ വിവരം അടുത്തൂടെ പോലും പോകാത്ത, ലശേഷം ബുദ്ധിയില്ലാത്ത ഇതുപോലത്തെ മന്ദബുദ്ധികൾ മാത്രമാണ് ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചർച്ചയിൽ എനിക്ക് നമ്മുടെ ഹാഷ്മിയെക്കുറിച്ച് ഓർക്കുമ്പോഴല്ലോ അഭിമാനം തോന്നിപ്പോവുക. മാധ്യമപ്രവർത്തകനുള്ള കേരള സംസ്ഥാന അവാർഡ് ലഭിക്കാൻ പറ്റുന്ന ഒരു മാധ്യമപ്രവർത്തനാണ്. നട്ടലുള്ള മാധ്യമപ്രവർത്തനാണ്. യവൻ്റെ മുഖത്ത് നോക്കിയും തല കുനിക്കാതെ കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുന്നത് മാത്രമല്ല, ഈ ചർച്ചയിൽ വന്നിരിക്കുന്ന ഇതുപോലുള്ള ചാണകം തിന്നി വേട്ടാവളിയന്മാരുടെ അണ്ണാക്കി കയറി അടിക്കുന്ന ഒരു സ്വഭാവം കൂടെ നമ്മുടെ ഹാഷ്മിക്കുണ്ട്. കോൺഗ്രസിൻ്റെ ഒരു നേതാവാണ് ഈ മലമ്പനി പരത്തുന്ന കൊതുകാണ് എന്ന് വിശേഷിപ്പിച്ചത്. കാരണം പ്രതിപക്ഷ നേതാവിന് വളരെ മോശമായ രീതിയിലൊക്കെ വ്യാഖ്യാനിക്കുമ്പോഴത്തേക്ക് അതിനൊക്കെ അതേ നാണയത്തിൽ തന്നെ തിരിച്ച് മറുപടി കൊടുക്കണ്ടേ? അപ്പോൾ അത് കൊടുത്തിട്ടുണ്ട്. എന്താണെങ്കിലും ഈ ഒരു ഡിബേറ്റ് നിങ്ങൾ മിസ് ചെയ്യരുത്. കിട്ടില്ല സാധനമാണ്, കണ്ടുപോയിക്കോളൂ. ആസനത്തിൽ കയറി അടിക്കാന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. അത് കണ്ടോ? PR ശിവശങ്കർ, നിലമ്പൂരെ നിങ്ങളുടെ BJP സ്ഥാനാർത്ഥിയോടെന്ന് ഞാൻ ചോദിച്ചായിരുന്നു. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ പോലെ മലപ്പുറത്തൊക്കെയൊക്കെയാണോ പ്രശ്നം? ഒന്നും അല്ലെന്നാണ് പുള്ളി പറഞ്ഞത്. നല്ല സ്നേഹമുള്ള മനുഷ്യരാണ്, നല്ല ആൾക്കാരാണ്. അത് ആ സ്ഥാനാർത്ഥി പറയണ്ടല്ലോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണത്. വെള്ളാപ്പള്ളിക്ക് മാത്രം അറിയാത്തതല്ല, വെള്ളാപ്പള്ളി കള്ളം പറയുന്നതാണ്. വെള്ളാപ്പള്ളി എന്ന് മലപ്പുറത്തെ പറ്റി പറഞ്ഞ കള്ളം അത് ഏറ്റുപിടിച്ചവരാണ് BJP. ഇപ്പോൾ കോട്ടയത്ത് നിന്ന് കോട്ടയം ഏതാണ്ട് ക്രൈസ്തവ മേധാവിത്വമാണ്, അവിടുത്തെ എല്ലാം കുരിശിൻ്റെ വഴിക്കാർ കൊണ്ടുപോയി എന്ന ക്രൈസ്തവർക്കെതിരെ പറയുന്ന വ്യാജങ്ങളെയും BJP ഏറ്റുപിടിക്കുന്നുണ്ടോ? ശ്രീ PR 3 മാനസികാരോഗ്യ വിദഗ്ധരാണ് എൻ്റെ കൂടെ ചർച്ചയ്ക്കുള്ളത്. ഒരു വ്യക്തി പറയുന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് മാനസികാരോഗ്യ നിലയ്ക്ക് തകരാറുണ്ട് എന്ന് ഈ ഒരു ക്ലാസ്സിലും പോകാത്ത, അദ്ദേഹത്തെക്കുറിച്ച് യാതൊരു ഗ്രാഹ്യവുമില്ലാത്ത, ഈ വിഷയത്തിൽ ഇന്ന് മാത്രം വിജ്ഞാനമുള്ള ആളുകൾ ഒരു വ്യക്തിയെ, ഈ ചർച്ചയ്ക്ക് അദ്ദേഹത്തിൻ്റെ പിന്തുണയുള്ള ആരുമില്ല, എന്നിട്ട് അദ്ദേഹത്തെക്കുറിച്ച് മാനസിക വിഭ്രാന്തി ഉള്ള ആളുകളെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേക സുഖം കിട്ടുമെങ്കിൽ സന്തോഷമുള്ളൂ. പക്ഷേ അതൊന്നും ഒരു ശരിയായ രാഷ്ട്രീയ പ്രവർത്തനമല്ല. ഇവൻ പൊട്ടനും മൂങ്ങനും ഭദ്രനുമാണെന്ന് ഞാൻ ചുമ്മാ പറയുന്നതല്ല. ഗുരുദേവന്റെ ആദർശങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, കള്ള് കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെയൊക്കെ ന്യായീകരിക്കാൻ വരുന്ന ഇതുപോലുള്ള മരവാഴകളെയൊക്കെ നമ്മൾ എന്താണ് എൻ്റെ പ്രിയപ്പെട്ടവരെ പറയേണ്ടത്? ഇയാൾ ആരാണ്? ഈ കേരളത്തിൻ്റെ ആരാണ് ഇയാൾ? ഒരു പുല്ലുമല്ല. ആ മഹാനായിട്ടുള്ള ഗുരുദേവന്റെ ആദർശങ്ങളെ വിറ്റ് ജീവിക്കുന്ന ഒരു വൃത്തികെട്ട സാധനത്തിനെയൊക്കെ ന്യായീകരിക്കാൻ വരുന്ന ഇതുപോലുള്ളവനെയൊക്കെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് കേട്ടോ. ആശ്മി കൊടുക്കുന്നത് അസ്ഥാനത്താണ് കേട്ടോ. മാധ്യമ പ്രവർത്തനമല്ല, അവതാരകർക്കും ചേർന്നതല്ല. കെട്ട വർത്താനം എന്നെല്ലാം നിരന്തരം പറയുമ്പോൾ കെട്ട വർത്താനത്തിൻ്റെ അശ്വമേധം നടത്തുന്നു. 10 വർഷം പോലും കുളിച്ചാൽ മാറാത്ത ഗന്ധമുള്ള പ്രവർത്തനം എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഇത്തരം നീചമായ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ പറയുകയാണ് ഈഴ വിഭാഗത്തിൻ്റെ പിന്തുണയില്ല. പിന്നെ നിങ്ങൾക്കൊക്കെയാണോ പിന്തുണ? നിങ്ങളാണോ ജയിച്ചേക്കുന്നത്? തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം ആവശ്യപ്പെട്ട ആളുകളും പറഞ്ഞ ആളുകളൊന്നും ജയിച്ചിട്ടില്ലെങ്കിൽ കേരളത്തിലെ മാധ്യമങ്ങൾ, ദൃശ്യമാധ്യമങ്ങൾ പ്രത്യേകിച്ച് പണി നിർത്തി പോകണം. കാരണം നിങ്ങൾ എല്ലാവരും തോക്കുമെന്ന അവസാന നിമിഷം പോലും പ്രഖ്യാപിച്ച സുരേഷ് ഗോപി ജയിച്ചിട്ടുണ്ടല്ലോ. സുരേഷ് ഗോപിയുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കത് ചർച്ച ചെയ്യാം. കുറച്ചാൾ ചർച്ച ചെയ്താണല്ലോ. ഏതായാലും ജയിച്ചല്ലോ.
നിങ്ങളെപ്പോലെ ഇവിടെ ഏതായാലും മാർക്ക് റേറ്റിംഗിൽ 1ാം സ്ഥാനത്തൊക്കെ എത്തുന്ന കഥയും ഞാൻ വിളിച്ചു പറയും. അപ്പോൾ അത് കാരണം അതൊന്നും വേണ്ട, ഈ ആ കഥയിൽ നിന്ന് ഇങ്ങോട്ടും പറയിപ്പിക്കാം. ശിവശങ്കറിന് സുരേഷ് ഗോപി അറിയാം പറഞ്ഞ മാത്രം ജനറൽ സെക്രട്ടറി പറഞ്ഞു ഇടയ്ക്ക് വെച്ചിട്ടില്ലേ, ഞാൻ മറ്റൊരാരും പറഞ്ഞില്ലല്ലോ, ഞാൻ സംസാരിച്ചിട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ പണി നിർത്തുക, അല്ലെങ്കിൽ ഞാൻ നിർത്താം. 1947 ചില ശക്തമായ രീതിയിൽ ഇവിടെ ഒരു അറബിക് വൽക്കരണം അല്ലെങ്കിൽ ഒരു മതസ്ഥാപനത്തിൻ്റെ വൽക്കരണം ഉണ്ടാകും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് അശ്ലീലമായ ഏറ്റവും മോശമായ ഭാഷ, മലമ്പനി പരത്തുന്ന കൊതുക് എന്നൊക്കെയല്ലേ അദ്ദേഹം പറഞ്ഞത്. അത് കേട്ട് ഹാഷ്മി പ്രതിപക്ഷ നേതാവിനെ പരമപന്നൻ എന്ന് വിളിച്ച ഒരാളെ പിന്നെ എന്ത് പറയണം അനൂപിയാർ? പ്രതിപക്ഷ നേതാവിനെ പരമപന്നൻ എന്ന് പറയുന്ന ഒരാളെ അനൂപിയാർ എന്താ പറയണ്ടേ? ചർച്ചയ്ക്കെടുക്കുമ്പോൾ നിങ്ങൾ ഒരു അവതാരകൻ, നിങ്ങൾ അവിടെ പലതും പറഞ്ഞിട്ടുണ്ട് ഹാഷ്മി, പലരും പുറോട്ടിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹാഷ്മിയുടെ ചർച്ചയ്ക്ക് ഇരിക്കുമ്പോൾ ഒരു വ്യക്തിയെ കുറിച്ചിട്ട് പറയുമ്പോൾ നാണമില്ലേ നിങ്ങൾക്ക്? നേതാവിനെ പറ്റി ഞാൻ പറഞ്ഞു തീരട്ടെ, നാണമില്ലെന്നൊക്കെ പറയുമ്പോൾ ഇടപെടണ്ടേ? താങ്കൾക്ക് വായി തോന്നി എന്തോ പറഞ്ഞു പോവോ? താങ്കൾക്ക് വായി തോന്നി എന്തോ പറഞ്ഞു പോവോ? ഇല്ലല്ലോ, താങ്കൾക്ക് വായി തോന്നി എന്തോ പറയാൻ പറ്റത്തില്ലോ. കുറച്ച് ബി പി ഓർക്കെ ബി പി നല്ലതല്ല പ്രായത്തിൽ. ശിവശങ്കർ ഇല്ല അങ്ങൊന്നും പറയണ്ട. ശിവശങ്കർ അവരുടെ നേതാവിനെ പരമപന്നൻ എന്ന് പറഞ്ഞൊരു നേതാവിനെ പറ്റി അനൂപിന് എന്താ പറയണ്ടേ? വെള്ളാപ്പള്ളിയാ പറഞ്ഞ ഞാനല്ല, വെള്ളാപ്പള്ളി ഞാനല്ല, വെള്ളാപ്പള്ളി പറഞ്ഞ വെള്ളാപ്പള്ളി പറഞ്ഞ പരമ ഞാൻ പറഞ്ഞല്ല, വെള്ളാപ്പള്ളി വീട്ടിൽ പറയാൻ ഞങ്ങൾ പറഞ്ഞേ അല്ല കാര്യം. സ്വതന്ത്ര മാധ്യമം എന്ന് പറയുന്നതിന്റെ സ്പേസ് എടുത്തിട്ട് നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയം വെക്കുമ്പോൾ എനിക്ക് പുച്ഛമാണ് കാശ്മീർ. എത്ര ഭാഷയുടെ ശിവശങ്കർ ബി പി കൂടി പുച്ഛം കൈവച്ചോ? നിങ്ങൾ ആദ്യത്തെ നിങ്ങളുടെ ഇൻട്രോയിൽ എന്താ പറഞ്ഞത്? ബി പി കൂടി തനിക്കാൻ എന്ന് രാവിലെ കൂടണ്ടല്ലോ, എന്തൊക്കെയാ പറഞ്ഞത്? നിങ്ങളൊന്ന് റിവൈൻഡ് കിട്ടുമോ? നിങ്ങൾക്കാണ് ചുരുങ്ങിയ സമയത്ത് താങ്കൾ എന്തൊക്കെ വാക്കാ പറഞ്ഞു പി ആർ ശിവശങ്കർ? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, പറഞ്ഞത് എന്റെ അഭിപ്രായം. എത്ര തവണയാണ് വിളിച്ചത് സി പി ആർ ശിവശങ്കർ? താങ്കൾ ഒരു പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട വക്താവല്ലേ? എന്തൊക്കെയാ പറഞ്ഞേ? ആലോചിച്ച് നോക്ക്, പക്വതയാണോ ആലോചിച്ചു. നിങ്ങൾ പറഞ്ഞു മുഴുവൻ അനൂപ് പറഞ്ഞപ്പോ മലമ്പനി പരത്തുന്ന കൊതുകെന്ന് പറഞ്ഞപ്പോ ഹാഷ്മിയുടെ വായ എവിടെ പോയെ? പരമപന്നെന്ന് വിളിച്ചാൽ മറുപടി പറഞ്ഞേ? വളരെ നല്ല വാക്കാണോ? പ്രതിപക്ഷ നേതാവിനെ പരമപന്നെന്ന് വിളിച്ചാൽ മറുപടി പറഞ്ഞേ? ഞാൻ ചോദിക്കട്ടെ, അത് താങ്കളുടെ ചാനൽ ഒന്ന് പറയണോ? അദ്ദേഹം മൈക്കേട്ട് റോട്ടിൽ എന്ന് പറയുന്നത് അനൂപിന്റെ സ്വാതന്ത്ര്യം, നാടിന്റെ പ്രതിപക്ഷ നേതാവിനെ വിളിക്കാൻ വെള്ളാപ്പള്ളിക്ക് സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ അനൂപ് ചെയ്യാവുന്ന സ്വാതന്ത്ര്യമാണ് അദ്ദേഹത്തെ എന്ത് വിളിക്കണം എന്നുള്ള കാര്യം ഞാൻ അവിടെ പറ്റുമോ? എന്റെ ചോദ്യം പക്ഷേ താങ്കൾ മറുപടി പറഞ്ഞില്ല. എന്റെ ചോദ്യം നിങ്ങൾക്ക് മലപ്പുറത്തെ പറ്റി പറയുന്നത് ഈ പറയുന്നതൊക്കെ സൂചിക്കും. പക്ഷേ ക്രൈസ്തവർ എന്തൊക്കെയോ ഈ കുരിശിന്റെ വഴിയിൽ ക്രൈസ്തവർ എന്തോ വെട്ടി വിഴുങ്ങുന്നു എന്ന് വെള്ളാപ്പള്ളി പറയുന്ന വ്യാജം ബി.ജെ.പി ഏറ്റുപിടിക്കുന്നുണ്ടോ? പി ആർ ശിവശങ്കർ ഒറ്റ വാക്കിൽ മറുപടി പറയാമെങ്കിൽ പറയുമ്പോൾ ഒറ്റ വാക്ക് പറയണം. ഇത് നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഇരിക്കുന്നില്ലല്ലോ. നമ്മൾ ചർച്ച ചെയ്യാൻ ബഹുമാനപ്പെട്ട കത്തോലിക്ക കോൺഗ്രസിന്റെ അച്ഛൻ മാത്രമാണ് ഒരല്പം മാന്യമായിട്ട് സംസാരിച്ചത്. മാന്യമായി ഈ സഭയിലില്ലാത്ത അല്ലെങ്കിൽ ചർച്ചയിലില്ലാത്ത ആളുകളെ കുറിച്ച് പറയുമ്പോൾ കുറച്ചൊക്കെ മാന്യത ഞങ്ങൾ പാലിക്കുന്ന നല്ലതാണ്. അതല്ലെങ്കിൽ ഞങ്ങൾക്ക് മാന്യതയൊക്കെ വിടേണ്ടി വരും. പിന്നെ നിങ്ങൾക്ക് ഈ ഇടയ്ക്കിടയ്ക്ക് ഈ ഹാഷ്മി ഈ മരമണ്ടനോട് ഒറ്റ ചോദ്യം ചോദിച്ചുള്ളൂ. കേരളത്തിലെ ക്രൈസ്തവർക്കെതിരെ വെള്ളാപ്പള്ളി നടത്തിയിട്ടുള്ള ഈ ഒരു പരാമർശത്തോട് നിങ്ങളുടെ മറുപടി എന്താണ്? അത് ചോദിക്കാനായിട്ടുള്ള മെയിൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ക്രൈസ്തവരുടെ എല്ലാമായിട്ടുള്ളതാണല്ലോ ഇപ്പം ബി.ജെ.പി. കാരണം ക്രിസ്ത്യൻ സമുദായം ഒരിക്കലും ഇതുപോലുള്ള വൃത്തികെട്ട വിഴുപ്പ് പാണ്ഡങ്ങളെ ചുമക്കത്തില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണല്ലോ ഇപ്പൊ സുരേഷ് ഗോപിയുടെ കാര്യത്തിലാണെങ്കിലും ഈ കന്യാസ്ത്രീകളുടെ കാര്യത്തിലാണെങ്കിലും, കാരണം ബി.ജെ.പി. എന്താണോ പറയാൻ ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ് കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഈ മലമ്പരി പരത്തുന്ന ഈ കൊതുക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം എന്തായാലും നല്ലൊരു പേരാട്ടോ, കോൺഗ്രസിന്റെ നേതാവ് ഇട്ട് കൊടുത്തിട്ടുള്ള പേരാണ്. അത് മാത്രമല്ല കേട്ടോ, ഡെങ്കിയും അതുപോലെ നമ്മുടെ നാട്ടിൽ എന്തൊക്കെ പരത്താവോ അതെല്ലാം പരത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാക്ടറി ആയിട്ട് മാറിയിരിക്കുകയാണ് ഈ വൃത്തികെട്ട മനുഷ്യൻ. കാരണം ഈ സമുദായത്തെ വിറ്റ് തിന്നുന്ന, ഗുരുദേവന്റെ ആദർശങ്ങളെ വിറ്റ് തിന്നുന്ന ഇതുപോലുള്ള ആൾക്കാരെ നിങ്ങൾ തിരിച്ചറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത് വലിയ ദോഷം ചെയ്യും. കാരണം ഇന്ന് ഇവർ ഈ മാറി വരുന്ന പല സർക്കാരിൽ നിന്നും കിട്ടേണ്ടതെല്ലാം വാങ്ങിച്ചെടുത്തിട്ടുണ്ട്. പക്ഷെ ആ സമുദായത്തിൽപ്പെട്ടിട്ടുള്ള ഒരു സാധാരണക്കാരനും 10 പൈസയുടെ ഗുണം ഈ അപ്പനെയും മകനെയും കൊണ്ട് ഉണ്ടായിട്ടില്ല. എന്താണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ശിവശങ്കറിനെ പോലുള്ള ഇതുപോലത്തെ ചാണകങ്ങൾ വന്നിരിക്കുമ്പം ഹാഷ്മി എന്ന് പറയുന്ന സാധനം അത് പുലിയാണ് കേട്ടോ. അത് പുലിക്കുട്ടിക്ക് ഉണ്ടായതാ, അല്ലാതെ നിന്നെപ്പോലെ ഒന്നും ചാണകത്തിൽ കുരുത്തതല്ല. അതുകൊണ്ട് ചോദിച്ചാൽ കൃത്യമായിട്ടുള്ള മറുപടി സ്പോട്ടിൽ അണ്ണാക്കിൽ അടിച്ചു തരും. എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ബിഗ് സല്യൂട്ട് ഹാഷ്മി. ഇതുപോലുള്ള ഊളകൾക്കൊക്കെ ഇങ്ങനെ വേണം മറുപടി കൊടുക്കാൻ. നമ്മൾ മറ്റേ വീഡിയോ ആയിട്ട് വരും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളൊക്കെ അറിയിക്കുക. അടുത്തൊരു വീഡിയോ കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ഇന്നത്തെ താരം ഹാഷ്മി.